വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സംഗതിയല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിദ്യാലയത്തിന് പുറത്ത് വലിയൊരു ലോകം ഉണ്ട്. അത് കുട്ടികൾ അറിയണം. നിർബന്ധമായിട്ടും അധ്യാപകരും മാതാപിതാക്കളും അവരെ അതിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുക എന്നുള്ള വലിയൊരു സംഗതിയാണ്. സ്കൂളിൽ കിട്ടാത്ത അറിവുകളും അനുഭവങ്ങളും കലാനുഭവങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കാനുള്ള ഒരു വേദിയായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറേ മ്യൂസിയങ്ങളുണ്ട്. അറിവിൻ്റെ ഒരു ശേഖരമാണ് എല്ലാ മ്യൂസിയങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ നിരന്തരമായിട്ട് ഇത്തരം മ്യൂസിയങ്ങളിൽ കൊണ്ടുപോവുകയും നമ്മുടെ നാടിൻ്റെയും പുറത്തുമുള്ള കലാസൃഷ്ടികളുമായിട്ട് അവരെ പരിചയപ്പെടുത്തുകയും ചരിത്രവുമായി പരിചയപ്പെടുത്തുകയും അങ്ങനെ ഒരു വലിയൊരു ചരിത്രാവബോധവും കലാ അവബോധവും അതുപോലെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചുള്ളൊരു ആകമാനമുള്ള ഒരു അറിവും കുട്ടികൾക്ക് കിട്ടിയാൽ അവരെ മറ്റു തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് കുറേ സാധിക്കും. മൊബൈൽ അഡിക്ഷനും അതുപോലെ മയക്കുമരുന്ന്, ആൽക്കഹോളിസം, ഇത്തരം മറ്റ് പല പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അവരെ ഏർപ്പെടുത്തി കൊണ്ടുവന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നമുക്ക് ഇത്തരം കലാസ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അതൊരു വലിയൊരു സേവനമായിരിക്കും ഈ കുട്ടികൾക്ക് അധ്യാപകരെന്ന നിലയ്ക്കും മാതാപിതാക്കളെന്ന നിലയ്ക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടകരയിലുള്ള സ്നേഹ മ്യൂസിയത്തിലാണ്. ദ ആർട്ട് മ്യൂസിയം ഓഫ് ലവ്. നമ്മുടെ കുട്ടികൾക്ക് കാണാനും അറിയാനും അനുഭവിക്കാനും പഠിക്കാനുമുള്ള ഒരു പിടി കലാവസ്തുക്കളുള്ളൊരു സ്ഥലമാണ് കേരളത്തിലുള്ള ഈ ഒരു സ്നേഹ മ്യൂസിയം. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു ഗാലറി തന്നെ കണ്ടില്ലേ, നമ്മുടെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള പാരമ്പര്യ കലാരൂപങ്ങളുടെ ദൃശ്യകലാരൂപങ്ങളുടെ ഒരു വലിയൊരു ശേഖരം ഈ മ്യൂസിയത്തിൽ ഈ ഒരു ഹാളിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അത് എന്തായാലും നമ്മുടെ കുട്ടികൾ കാണേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഫോട്ടോ മ്യൂസ് എന്നു പേരുള്ള ഫോട്ടോഗ്രാഫിയുടെ മ്യൂസിയം. ഒരു യാത്ര പ്ലാൻ ചെയ്താൽ ഒറ്റ ദിവസത്തെ പ്ലാൻ കൊണ്ട് തന്നെ നമുക്ക് 2 മ്യൂസിയങ്ങൾ കണ്ട് കുട്ടികളത് കാണിച്ച് അവർക്കൊരു വലിയൊരു ജീവിതാനുഭവം തന്നെ നൽകാൻ പറ്റുന്ന 2 മ്യൂസിയങ്ങളാണ് കൊടകരയിലുള്ള സ്നേഹ മ്യൂസിയവും ചുങ്കാലിലുള്ള ഫോട്ടോ മ്യൂസിയം. നിങ്ങൾക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം, ധാരാളം ആൻറ്റിക് ക്യാമറകൾ, ഫോട്ടോഗ്രാഫുകൾ, പ്രദർശനങ്ങളൊക്കെ കാണാൻ അവിടെയുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യൂ കുടുംബമായിട്ട്. നിങ്ങൾക്ക് 2 മ്യൂസിയങ്ങൾ ഒറ്റ യാത്രയിൽ കാണാം. ചുങ്കാലിലുള്ള കൊടകരയ്ക്കടുത്ത് ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരെയുള്ള ഫോട്ടോ മ്യൂസിയം കാണാം. അതിനോടൊപ്പം കൊടകരയിൽ തന്നെയുള്ള നാഷണൽ ഹൈവേയിലുള്ള സ്നേഹ മ്യൂസിയവും കാണാം. സ്വാഗതം, എല്ലാവരും വരൂ.